ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അലക്ക് സോപ്പാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് നമുക്ക് തന്നെ സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഈ കിറ്റിൻ്റെ വില 66 രൂപയാണ്. അതുകൊണ്ട് നമുക്ക് 3 കിലോ വരെ സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലെന്തൊക്കെ സാധനം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കാസ്റ്റിക് സോഡ. പിന്നെ അതിന് വേണ്ടി 750 മില്ലി വെള്ളം വേണം. ഇനി ഇതൊരു ദ്രാവകരൂപത്തിലുള്ള പാക്കറ്റ് സോപ്പിന് പത നൽകാനുള്ളതാണ്. ഇത് ടാൽക്കം പൗഡറാണ്. ഇത് സോപ്പിന് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിറത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കും കൂടെ അതിലുണ്ട്. ഇനി നമുക്ക് കാസ്റ്റിക് സോഡ കലക്കുന്നതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് 750 മില്ലി വെള്ളം എടുത്തിട്ടുണ്ട്. അതൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കാസ്റ്റിക് സോഡ പതുക്കെയായി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 30 മിനിറ്റ് ഒരു കമ്പ് ഉപയോഗിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കും. അപ്പോൾ അത് പതുക്കെ ഇളക്കാൻ പാടുള്ളൂ. കുറച്ച് വിട്ട് നിന്നാണ് അത് ഇളക്കാൻ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഇടണം, അല്ലെങ്കിൽ ഇത് കയ്യിലേക്കൊക്കെ തെറിച്ച് കൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് 1/2 മണിക്കൂർ വെക്കാനാണ് പറഞ്ഞത്, പക്ഷേ ഇത് ചൂടാറിയിട്ടില്ല. അതുകൊണ്ട് 4 മണിക്കൂർ വെക്കുകയാണ് ചെയ്തത്. ഇതിന് വേണ്ടി 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തത്. അപ്പം നമ്മുടെ വീട്ടിൽ വറുത്തതോ പൊരിച്ചൊക്കെ ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇനി ഇത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം ചൂടാക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതിനായിട്ട് സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അലുമിനിയം പാത്രം എടുക്കാൻ പാടില്ല. സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റോ എടുക്കാം. ഇനി അതിലേക്ക് 1.5 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആ പൗഡർ രൂപത്തിലുള്ള പാക്ക് നമുക്ക് പൊട്ടിച്ച് ചേർത്ത് വെക്കാം. 10 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊരു കട്ടി പോലെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് ദ്രാവകരൂപത്തിലുള്ള പാക്ക് കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതും 10 മിനിറ്റ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തു. ഇനി അതിന് ശേഷം 4 മണിക്കൂറായി നമ്മൾ റെസ്റ്റ് ചെയ്ത കാസ്റ്റിക് സോഡ ലായനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും 10 മിനിറ്റ് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം കളറ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതും 10 മിനിറ്റ് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം നമുക്ക് സ്മെല്ല് കിട്ടാനുള്ള അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് നല്ലപോലെ ഇളക്കുക. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൽ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സോപ്പ് സെറ്റാവാൻ 8 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ ഇത് രാത്രി ചെയ്ത് വെച്ചാൽ രാവിലേക്ക് എളുപ്പമാവും. അപ്പോൾ നമുക്ക് സോപ്പ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. അപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ സോപ്പ്. പിന്നെ ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലി കൈകൾക്ക് കേടാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് അടിപൊളി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.